സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്നവരിൽ കൊച്ചുകുട്ടികളും. കോഴിക്കോട് അഴിയൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലഹരി മാഫിയ കാരിയറാക്കി മാറ്റിയതിന്റെ തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ്. തലശ്ശേരി ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്കൂൾ ബാഗുകളിൽ താൻ ലഹരി എത്തിച്ച് നൽകിയതായി 13-കാരി വെളിപ്പെടുത്തി. ശരീരത്തിൽ പ്രത്യേക രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചായിരുന്നു ലഹരി കടത്തെന്നും കുട്ടി പറയുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ ചോമ്പാല പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തെളിവുകളില്ലെന്ന പേരിൽ പ്രതിയെ വിട്ടയക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. അടുപ്പമുള്ളവർ നൽകുന്ന ഒരു ബിസ്ക്കറ്റ് പോലും കുട്ടികൾക്ക് ലഹരിയുടെ ലോകത്തിലേക്കുള്ള വഴിയാകുമോ? അങ്ങനെ സംഭവിക്കാമെന്നാണ് വടകര അഴിയൂരിലെ 13-കാരിയുടെ അനുഭവം നമ്മോട് പറയുന്നത്. വടകര അഴിയൂരിലെ പ്രമുഖ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഗ്രൂപ്പിലും കബഡി ടീമിലും സജീവമായിരുന്ന മിടുമിടുക്കി. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അവിശ്വസനീയമായ അനുഭവങ്ങളിലൂടെയാണ് ഈ കുട്ടിയുടെ ജീവിതം കടന്നുപോയത്. കുഞ്ഞിപ്പള്ളിയിലെ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അവൾ തുറന്നു പറഞ്ഞു. കബഡി കളിക്കിടെ നിരഞ്ജന എന്ന പേരുള്ള ഒരു പെൺകുട്ടി നൽകിയ ബിസ്ക്കറ്റിലൂടെയായിരുന്നു ലഹരിയുടെ കെണിയിലേക്കുള്ള പതനം. പിന്നീട് അദ്നാൻ എന്ന യുവാവും എത്തി. ഒരു ബിസ്ക്കറ്റ് പോലത്തെ എന്തോ തന്ന് ഇതാ തിന്നാൻ പറഞ്ഞപ്പോൾ ഇതാക്കി പരിചയമുള്ള ഏച്ചിയല്ല അപ്പോൾ തിന്നോക്കി. പിന്നെ ഒരു ഏച്ചി നാളെ വരൂ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്ന് കുറേ എന്തെല്ലോ പറഞ്ഞ്. പിന്നെ ഓരോ സ്ഥലത്ത് തന്നെ വാശി കൂറുക ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ഇത് കുറേ എന്തെല്ലാം അടിച്ചു തരും, പിന്നെ മൂക്കിൽ എന്തെല്ലാം മണപ്പിച്ചു തരും, എന്തെല്ലാം ആക്കും. ഇഞ്ചക്ഷൻ ആണോ എടുക്കുന്നത്? എവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ഇവിടെ ഈ കയ്യിൽ കാണുന്ന പാട് ഇഞ്ചക്ഷൻ എടുത്തതിന്റെയാണോ? ഈ ഇഞ്ചക്ഷൻ എങ്ങനെയാണ്? മോള് തന്നെ എടുക്കുകയാണോ അതോ അവരെടുക്കുകയായിരുന്നു? അവര് കൈ പിടിച്ചിട്ട് വെച്ചു തരും. ഈ ബിസ്ക്കറ്റ് കഴിച്ചപ്പോ അല്ലെങ്കിൽ അതിനുശേഷം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്താ തോന്നുന്നത്? ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ ഇനി അത് വേണോന്ന് തന്നെ നമുക്ക് തോന്നും. പിന്നെ ഇൻഡക്ഷൻ അടിച്ചപ്പോൾ അത് നമുക്കൊന്നും ഇതാവൂല, അടിച്ചത് മാത്രമേ ഓർമ്മ ഉണ്ടാവും. ബിസ്ക്കറ്റിൽ തുടങ്ങി പിന്നീട് പൊടി രൂപത്തിൽ മൂക്കിൽ വലിപ്പിച്ചു. കൂടുതൽ ശ്രദ്ധയും ഉന്മേഷവും കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് കൈത്തണ്ടയിൽ ഇഞ്ചക്ഷനുകളായും ലഹരി ശരീരത്തിലെത്തിച്ചു. ഒടുവിൽ MDMA എന്ന രാസലഹരിയുടെ കെണിയിലായതോടെ താൻ ഉൾപ്പെടെയുള്ള 3 പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ലഹരി കൈമാറാനായി തലശ്ശേരിയിൽ പോയ അനുഭവവും കുട്ടി വിവരിച്ചു. ഈ പൊടിയൊക്കെ കയ്യിൽ തന്നുവിടുമ്പോൾ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു അടയാളം നിങ്ങളോട് പറയുമായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? എന്തടയാളം മോളോട് പറഞ്ഞിരുന്നത്? എനിക്ക് തന്നത് ഒരു എക്സ് പോലത്തതാ ഇങ്ങനെയുള്ളത്. പിന്നെ സ്കൂൾ എല്ലാവരുടെ കൈമിലും കാണുന്നത് ഒരു ഇമോജി സ്മൈലിന്റെ ഇങ്ങനെയുള്ളത്. ഈ ഇമോജിയുള്ള കുറെ കുട്ടികളുണ്ടോ സ്കൂളിൽ? ഈ ഇമോജി എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇമോജി ഇങ്ങനെ ഇടുന്നത്? ഇത് ഓർക്ക് തിരിയാണ്, ഇത് ഇവരെ ഇതിന്റെ ആള് അങ്ങനെ ഇതില്ലേ. ഇപ്പൊ അനക്കൊരു സാധനം തന്നിട്ട് ഞാൻ ഇപ്പൊ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കണ്ടേ, അതേപോലെ. എന്നിട്ട് മോള് തലശ്ശേരി പോയോ? പേടിപ്പിച്ചിട്ട് പോയി. വീട്ടിൽ പറഞ്ഞിട്ടല്ല പോയത്? വീട്ടില് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു എന്നിട്ട് പോയി. തലശ്ശേരിയിൽ എവിടെയാ പോയത്? ഡൗൺ ടൗൺ മാളില്. അവിടെ ഒരാള് വരും, ഒരു മുടിയിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ള അയാൾ എന്നിട്ട് അയാൾക്ക് കൊടുക്കണം. ലഹരിയുടെ കെണിയിലേക്ക് വീണ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായ ചില മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്നാണ് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിവരം അറിയിച്ചത്. സ്കൂളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച പെൺകുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. ബാത്റൂമിൽ ഇങ്ങനെ കുട്ടികൾ കയറ്റിയിട്ട് കീന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ച് ഞാൻ പോകുമ്പോൾ 4 ആൾ ബാത്റൂമിൽ നിന്ന് സീറ്റർമാർ കീച്ചിട്ട് പുറത്തിറങ്ങുന്നു. ഇറങ്ങിയാൽ എൻ്റെ മോള് ഫുള്ളും നനഞ്ഞിട്ടുള്ള മുഖയിൽ ഇങ്ങനെ കോടിയിട്ടുള്ള. പിന്നെ ഓക്കൊരു ക്ഷീണം പോലെ കണ്ടിട്ട് ഞാൻ ഓള് വെള്ളം കോരി കയ്യത മുഖം കയ്യത ഇങ്ങനെ കയ്യത ഒക്കെ എന്തോ ക്ഷീണമാണെന്ന്. എൻ്റെ ചെറിയൊരു മോളെ നശിപ്പിക്കുന്നവരെ നോക്കണ്ട, ചെറിയ മോളല്ലോ, ഓലെ മുന്നിൽ പെങ്ങന്മാരും മക്കളില്ല. എൻ്റെ മോള് നശിച്ചില്ലേ, എന്നെ നീര് വരെ വന്ന എൻ്റെ മോളെ മൂട്ടത്തി 2 മാസം കൊണ്ട്. വീട്ടുകാർ ചോമ്പാല പോലീസിൽ വിവരം നൽകി. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചു തറഞ്ഞ ലഹരി മാഫിയ സ്റ്റേഷനിലുമെത്തി. തനിക്ക് ലഹരി നൽകിയവർ തന്നെ സ്റ്റേഷൻ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നത് കണ്ടതോടെ പെൺകുട്ടി പതറി. ഒടുവിൽ അഴിയൂർ സ്വദേശി അദ്നാനെ പ്രതിയാക്കി പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാളെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിയുടെ മൊഴിയിൽ പൊരുത്തക്കെടുണ്ടെന്ന പേരിൽ ഇയാളെ പറഞ്ഞയക്കുകയാണ് പിന്നീട് പോലീസ് ചെയ്തത്. 13 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് കാലിന്റെ തള്ളവിരലിൽ വരച്ച ഈ എംബ്ലം നോക്കി നിങ്ങളവിടെ നിന്നാൽ മതി, ലഹരി അവരെടുത്ത് കൊണ്ടുപോയിക്കോളും. പകരം അവർ ഏൽപ്പിക്കുന്ന ലഹരി പദാർത്ഥം ഇതേ ടീമിന് തിരിച്ചു കൊടുക്കാൻ. ഇത്രയും ഗൗരവമായൊരു വിഷയം കേരളം ചർച്ച ചെയ്യേണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് പോലും ഈ സംഭവത്തിൽ ആരോപിക്കപ്പെടുന്ന സ്വർണ്ണമുടിയുള്ള കൃത്യമായ തെളിവുള്ള ഒരു പ്രതിയെ പിടിച്ചിട്ട് പോലും പ്രതിയെ ജാമ്യത്തിൽ വിടുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നിർണായക വിവരങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ കേസിലെ പ്രതിക്ക് എളുപ്പത്തിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു. തന്റെ ഇതേ അനുഭവം മറ്റ് നിരവധി പെൺകുട്ടികൾക്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും സ്കൂൾ അധികൃതർ ഇക്കാര്യങ്ങളൊന്നും ചൈൽഡ് ലൈനിനെ അറിയിച്ചതുമില്ല. ചുരുക്കത്തിൽ നമ്മുടെ സംവിധാനങ്ങളുടെ അലംഭാവത്തിൽ കൂടിയാണ് ലഹരി മാഫിയ തഴച്ച് വളരുന്നത്. കോഴിക്കോട് നിന്ന്
വി ആർ രാകേഷിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.